ഹലോ ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് വിമൻസ് ഡേ റിലേറ്റഡ് ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വർക്ക് ലൈഫ് ബാലൻസ്. ആസ് എ വർക്കിംഗ് വുമൺ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും അതുമായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ടിപ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആസ് എ വർക്കിംഗ് വുമൺ നമ്മൾക്ക് എങ്ങനെ ഫാമിലി ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഡേ ടു ഡേ ബേസിൽ രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ ഫസ്റ്റായിട്ട് വരുന്നത് ടൈം മാനേജ്മെൻറ്റാണ്. നമുക്ക് ടൈം മാനേജ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പണ്ട് നമ്മളുടെ അമ്മമാരൊക്കെ വീട്ടിലാണ്. അപ്പം പണ്ടൊരു എന്നാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. രാവിലെ അച്ഛന്മാർ ജോലിക്ക് പോകുന്നു, അമ്മമാർ വീട്ടിലുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം മാനേജ് ചെയ്തേ പറ്റുള്ളൂ. പ്ലസ് ഓഫീസിലെ ലോഡും കൂടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലസ് ആണ് വന്നിരിക്കുന്നത്. നമ്മളുടെ വർക്ക് ലോഡ് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 24 മണിക്കൂറിൽ എങ്ങനെ അധികം സ്ട്രെസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഫസ്റ്റ്. അത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പകുതി കാര്യം സോൾവ് ആകും. അപ്പോൾ അതിന് വേണ്ടി ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ആദ്യമേ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം എങ്ങനെ പോകണം എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. കുറച്ച് സമയം നമ്മൾ മീ ടൈമായിട്ട് എടുക്കാൻ നോക്കുക. എല്ലാം രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ കിടന്ന് പണി ചെയ്തിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് ടൈം, ഒരു 10-15 മിനിറ്റ് അവനവന് വേണ്ടി ചിലവഴിക്കുക. കുറച്ച് എക്സസൈസ് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ കുറച്ചൊരു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന, എന്തെങ്കിലും ഒരു 5-10 മിനിറ്റ് എണീക്കുന്ന ഉടനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാവും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഉന്മേഷം കിട്ടും. നമുക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേ എനിക്കിത് ചെയ്യണം അത് ചെയ്യണം, എനിക്ക് ഓഫീസിൽ ടൈമിലെത്തണം, ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ദി ഡേ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും. അത് തലവേദന അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് തോന്നും. നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുക, എന്ത് ചെയ്യണം എന്നുള്ളൊരു പറ്റാത്ത പല ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. ടൈം മാനേജ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ ഏജിൻ്റെയും കുറച്ച് ഡിപ്പെൻഡ് ചെയ്യും. കാരണം കൊച്ചു കുട്ടികളാകുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി വരും. കാരണം അവരുടെ കാര്യങ്ങൾ അവർ ഫുള്ളി നമ്മളിൽ ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പം നമ്മൾക്ക് അത് വേണം. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം ഉണ്ടാകില്ല, രാവിലെ എണീറ്റ് ഓഫീസിൽ കൊണ്ടുവരും, വീട്ടിലെ പണികളെല്ലാം ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡ് കുറച്ച് കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. എന്നാലും നിങ്ങൾ കുറച്ച് അവനവൻ്റെ മീ ടൈം കണ്ടെത്താൻ ശ്രമിക്കണം. ഞാൻ കുറച്ച് ആ കാലങ്ങളിൽ കുറച്ച് എനിക്ക് ഇത്രയൊന്നും അറിവില്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറേ കൂടുതൽ സ്ട്രെസ് എടുത്തിട്ടുണ്ടെന്ന് ഇന്ന് എനിക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പുതിയ കുട്ടികൾ, ഇപ്പോൾ അമ്മമാരായി വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, കുറച്ച് മീ ടൈം കണ്ടുപിടിക്കാനും വീട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. പാർട്ട്ണറായാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അച്ഛനും അമ്മമാരാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരോടും തുറന്നു പറയാൻ വിചാരിക്കണം. എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ബാക്കി കുറച്ച് എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിൽ അവരുടെ ഹെൽപ്പ് എടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഓഫീസിൽ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. ഓഫീസിൽ നമുക്ക് അവിടെ ചെയ്യേണ്ട പണികൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത്രയും സ്ട്രെസ്സായിട്ട് ഓഫീസിലെത്തുമ്പോൾ പിന്നെ അവിടുത്തെയും കൂടെ പിന്നെ നമ്മൾ അതിൻ്റെ ദേഷ്യം നമുക്ക് ബാക്കിയുള്ളവരോട് വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ അത് വളരെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്ട്രെസ് ഫ്രീ ആക്കി വെക്കണമെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ കൂടെ ഉള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അപ്പോൾ നിങ്ങളുടെയും കൂടി കോൺട്രിബ്യൂഷൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കണം. പിന്നെ നമ്മൾ ആരെയും ഓവർ ഡിപ്പെൻഡ് ആകരുത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് നമ്മളുടെ ആബ്സെൻസിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെ ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാം ചെയ്യണം, ഞാൻ ഓഫീസിൽ പോകുന്നു, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും വെക്കാൻ പാടില്ല. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ എല്ലാവരെയും കൂടെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓഫീസിലായാലും നിങ്ങൾ നോ പറയാൻ പറ്റണം. നിങ്ങൾക്ക് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെനിക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നോ പറയാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. എനിക്ക് ആ ധൈര്യം വളരെ കുറവായിരുന്നു നേരത്തെ. ഇപ്പം ഞാനത് കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് അത് പഠിച്ചെടുത്തു. അല്ലാതെ ആ പണിയും വന്ന് ഈ പണിയും വന്ന് എല്ലാം ഞാൻ ചെയ്തേക്കാം എന്നുള്ളൊരു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ പിന്നെ തലയ്ക്ക് വട്ട് പിടിക്കുന്ന രീതിയിലായി പോവും. അതുകൊണ്ട് അത് വേണ്ട, എവിടെ നോ പറയണം അത് നല്ല രീതിയിൽ നോ പറയുക. എനിക്ക് ഇത്രേ കഴിയുള്ളൂ എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണം.
പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കെയറിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചേ പതിവുള്ളൂ. അത് നമുക്ക് തോന്നും, അയ്യോ ഞാൻ എനിക്ക് വേണ്ടി സമയം എടുത്തു കഴിഞ്ഞാൽ അത് ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ സെൽഫിഷ് ആണോ എന്ന് വിചാരിക്കും. അതൊന്നും ആവശ്യമില്ല. കുറച്ച് ടൈം നമുക്ക് വേണ്ടി കണ്ടെത്തണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ അങ്ങനെയുള്ളത് ചെയ്യാനുള്ളതാണ്, അങ്ങനെ എന്ത് തന്നെ ആയാലും കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോകാനോ അങ്ങനെയുള്ള ഏത് കാര്യങ്ങളായാലും അതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക ഇടയ്ക്കിടയ്ക്ക്. കാരണം ഈ ഒരു ബാലൻസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേഷൻ വരും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏജ് കൂടുന്തോറും നമുക്ക് ഫ്രസ്ട്രേഷൻ ലെവൽ കൂടും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മുതലേ അതിന് കുറച്ച് ചെറിയ സ്റ്റെപ്പുകൾ എടുത്തെടുത്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒന്നിച്ചു കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ 10-23 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും പ്രയോജനമാകുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.